ഹലോ ഗൈസ്, വെൽക്കം ടു ഡോക്ടർ ഫോബി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ അതിനെ എങ്ങനെ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യണം എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പണികളും ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ച് എങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ യൂസ് ചെയ്തിട്ടുള്ളതും അതൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ. പല ആൾക്കാർക്കും സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കുമ്പോൾ പലതരത്തിലുള്ള പണികൾ കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം, ആരുടെ കയ്യിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ സേഫ് ആയിട്ടിരിക്കും, അതൊക്കെയാണ് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മെയിനായിട്ട് വേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു R15 കുറിച്ച് നമ്മൾ R15 എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ R15 കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ബൈക്ക് എങ്ങനെയാണ്, അതിൻ്റെ ടോർക്ക് എങ്ങനെയാണ്, അതിൻ്റെ bhp എങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ ആ ബൈക്കിൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ബൈക്കിൻ്റെ യൂസേജ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂസേജ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബൈക്ക് നമ്മൾ എടുക്കാവൂ. ഫസ്റ്റ് കാര്യം, അതായത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള ഒരു ബൈക്ക് നമ്മൾ എടുക്കാവൂ. ഇപ്പം ഏത് ബൈക്ക് എടുത്താലും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ലോങ് റൈഡ് പോകുന്നവരാണോ, ഓഫ് റോഡ് ചെയ്യുന്നവരാണോ, അങ്ങനെ ട്രാക്ക് യൂസ് ആണോ, ഇതൊക്കെ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ബൈക്ക് എടുക്കാൻ പോകാൻ. അത് പുതിയതായാലും ശരി, പഴയ ബൈക്കായാലും ശരി, നമ്മൾ ഈ ഒരു കാര്യം നല്ല രീതിയിൽ നമ്മൾ ഉറപ്പുവരുത്തണം, നമ്മുടെ മെയിൻ യൂസേജ് എന്തെന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടൂറിംഗ് ആണ് നിങ്ങൾ നോക്കുന്നത്. ടൂറിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സ്പ്രസ് എടുക്കാം, ഹിമാലയ എടുക്കാം. അതുകൊണ്ട് തന്നെ ടൂറിംഗ് സ്പോർട്സിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിക്സർ XF 250 വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ N250 വരുന്നുണ്ട്, RS 200 വരുന്നുണ്ട്, അതുപോലെ തന്നെ പല പല ബൈക്കുകൾ വരുന്നുണ്ട്. അങ്ങനെ കാറ്റഗറി വന്നാൽ തന്നെ നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക് കാണും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ടൂറിംഗ് സ്പോർട്സ് ബൈക്കാണ് ഇഷ്ടം. അപ്പം ടൂറിംഗ് ബൈക്കിനകത്ത് പല ബൈക്കുകളുണ്ട്, ഓഫ് റോഡ് ബൈക്കുകളും നമുക്ക് ടൂറിങ്ങിന് യൂസ് ചെയ്യാം. സോ ടൂറിംഗ് ബൈക്ക് നമ്മൾ എടുക്കുന്ന ഒരു ടൈമിൽ ടൂറിംഗ് സ്പോർട്സിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട്, ചിലർ നേക്കഡ് സ്പോർട്സിലേക്ക് പോകുന്നവരുണ്ട്. അപ്പം അതിൽ ഏത് വേണമെന്ന് ആദ്യം കൺഫേം ചെയ്യണം. അപ്പോൾ എനിക്കിപ്പം എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് ടൂറിംഗ് സ്പോർട്സ് ആണ് ഇഷ്ടം, അതായത് ഫുള്ളി ഫെയർഡ് ഒരു ടൂറിംഗ് സ്പോർട്സ് ബൈക്ക് വേണം. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ബൈക്കിൻ്റെ നമ്മൾ യൂസേജ് നമ്മൾ മൊത്തത്തിൽ ഉറപ്പ് വരുത്തി കഴിഞ്ഞു. നമുക്ക് ഏത് തരത്തിലുള്ള ബൈക്ക് വേണം അത് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ അത് നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന ബൈക്കിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവില്ല, അത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളുടെ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയെന്ന് കരുതുക. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ബൈക്കിൻ്റെ ഓവറോൾ ലുക്ക്. ഓവറോൾ ലുക്ക് മസ്റ്റായിട്ട് നോക്കിയേ പറ്റൂ. കാരണം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ഐറ്റം അതൊരാൾ കണ്ട് അയ്യേ എന്ന് പറയരുത്. സോ നമ്മൾ ആ ഒരു ഐറ്റം, നമ്മൾ ആ ഒരു ബൈക്ക് നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യുക ഒരു വെച്ചിട്ട്. അപ്പം മേ ബി അതിൻ്റെ ഓണർ ഓടിച്ചിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലോട്ട് പോയി കാണായിരിക്കും. നമ്മൾ ആ ബൈക്ക് എടുത്തൊന്ന് മാറ്റി വെച്ചിട്ട് കാഴ്ചപ്പാടിൽ അതെങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് നോക്കാം. ഇത് കൊള്ളാം. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞ R15 കൊള്ളാം, അടിപൊളി, ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. പല ആൾക്കാർ എടുക്കുന്നുണ്ട്, പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്, പല ആൾക്കാർ എടുക്കുന്നുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്. അതിനൊരു കാരണമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, കറക്റ്റ് യൂസേജ് എന്തെന്ന് നോക്കാതെ ലുക്ക് മാത്രം അഡ്മയർ ചെയ്തിട്ട് പോയി എടുക്കും, നടുവേദന വരും, കൊടുക്കും. പ്രോപ്പർ റൈഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് വരത്തില്ല. എന്നിരുന്നാലും പലർക്കും അത് അറിയാതൊക്കെ പോയി എടുത്തിട്ട് പണി കിട്ടുന്നവരുണ്ട്. പല ഇൻസ്റ്റഗ്രാം പേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ കിലോമീറ്റേഴ്സ് ഓടിയ പുതിയ വണ്ടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ കാരണമാണ്. സോ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് വരാം. അപ്പം നമ്മൾ ഈ ഒരു ബൈക്ക് എടുത്ത് വെച്ച് കാണാൻ കൊള്ളാം, ഒരാൾ കാണും, ഇതാ കൊള്ളാം, അന്തസ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതി ഒബ്സർവ് ചെയ്യണം. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ നോക്കി നമ്മൾ മെയർ ചെയ്ത് ഓക്കെ സെറ്റാണ് എന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്, പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതോണക്കൊരു പേപ്പർ എടുത്തിട്ട് ഈ പേപ്പറിനകത്ത് നമ്മുടെ ബൈക്കിനെ 3 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും, അതായത് സ്പ്ലിറ്റ് ചെയ്യും.
ഫ്രണ്ട് പോർഷൻ, മിഡ് പോർഷൻ, ബാക്ക് പോർഷൻ, ഇങ്ങനെ 3ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കും. പറയുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും നോക്കത്തില്ല. അത് നമ്മൾ എടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അപ്പം അത് പ്രാക്ടിക്കൽ ആണോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ ലുക്ക് വണ്ടിയുടെ കംപ്ലീറ്റ്ലി നോക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുന്നതാണ് ഫ്രണ്ട് സെക്ഷൻ. ഫ്രണ്ട് സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കിനും ഫെയറിംഗ് ഉണ്ട്. ഫെയറിംഗ് നല്ല രീതിയിൽ നോക്കുക, പൊട്ടലുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. കാരണം ഇത് നോക്കിയിട്ട് നമുക്ക് ചില കാര്യങ്ങളിലൊന്നും ബാർഗൈൻ ചെയ്ത് കുറയ്ക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ്. അപ്പം ഒരാൾ യൂസ് ചെയ്തിട്ട് അതും പിന്നെ നമ്മൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ കൊടുത്തെടുക്കുക എന്നുള്ള ബോധം നമുക്കുണ്ട്. എന്നിരുന്നാലും നമുക്ക് അറിഞ്ഞിരിക്കാം ആ ബൈക്ക് എന്താണ്, ഞാൻ എടുക്കാൻ പോയ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ബൈക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഫ്രണ്ട് ഫെയറിങ് നല്ല രീതിയിൽ നോക്കുക. ക്രാക്കോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുക. ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുമ്പോൾ സസ്പെൻഷൻ ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്തില് അവിടെ സ്ക്രാച്ചസോ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസോ, ചിലപ്പോൾ ഏതെങ്കിലും ബെൻഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്ന് ഇടിച്ചിട്ട് അവിടെ വലിയൊരു ബെൻഡ് ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് നോക്കുക. ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ഫ്രണ്ടോട്ട് കയറി ഇരുന്ന് ഫ്രണ്ടോട്ടും ബാക്കിലോട്ടും ഒക്കെ ഒന്ന് സസ്പെൻഷൻ ആക്കി ഒക്കെ ഒന്ന് നോക്കുക. നോക്കി കഴിയുമ്പം ചിലപ്പം അറിയാമല്ലോ, സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് എടുക്കാൻ പോകുന്നത്, കുളിച്ച് കുട്ടപ്പനാക്കി കൊണ്ടും ഫ്രണ്ടിൽ വെക്കും. ആഹാ കൊള്ളാം എന്ന് കയറി എടുക്കും. അങ്ങനെ പോകരുത്. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പയ്യെ ഇനി പുറത്ത് വരും. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക. അതിനുശേഷം അലോയ് നോക്കുക. അലോയിൽ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഇപ്പോൾ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പണിത് അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അലോയ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വണ്ടി കയറിയിരുന്നിട്ട് വണ്ടിയുടെ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക. ഫ്രണ്ടിലോട്ട് നമ്മൾ അറിയാലോ, കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന അറിയാലോ. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഒന്ന് ഇടിപ്പിച്ചൊക്കെ നോക്കാം ഫ്രണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട് സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഇടുക, ഫ്രണ്ടിലോട്ട് പൊക്കിയതിന് ശേഷം നമ്മൾ ബലം കൊടുക്കരുത്. നമ്മൾ ആ വണ്ടിയെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നിർത്തിയിട്ട് ടാങ്കിലും അല്ലാതെ ഫെയറിങ്ങിനോടും ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് ആരെയും കൊണ്ട് ഫ്രണ്ട് ഇങ്ങനെ പൊക്കിയും താത്തും ഇടിച്ചു നോക്കാം. അത് ഈ വണ്ടി പണിയുന്നിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇടിപ്പ് നോക്കുന്നത്. സോ അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതേവണക്കൊരു പേപ്പറിൽ എഴുതി വെക്കണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ചെക്ക് ചെയ്തിട്ട് നമ്മൾ അന്നേരം ചെക്ക് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നി എന്നുള്ളത്. കാരണം ഇത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് ശേഷം ഒരുപാട് ഉപകാരപ്പെടുന്നൊരു കാര്യം. അപ്പം ഇതാകുമ്പോൾ ഒരു പ്രോപ്പർ ചാനലും ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഒരു ബൈക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം അടുത്ത ഒരു സെക്ഷനാണ് നമ്മളുടെ മിഡ് സെക്ഷൻ. മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം ഒന്നാമത്തെ കാര്യം അവിടെ എഞ്ചിൻ ഉണ്ട്, രണ്ടാമത്തെ കാര്യം അവിടെ ടാങ്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ആദ്യം രണ്ടാമത്തെ കാര്യം സംസാരിക്കാം, ടാങ്കിനെ കുറിച്ച്. ടാങ്കിൽ എനിക്ക് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് കുട്ടപ്പനാണ്, അടിപൊളിയാണ് കാണാൻ, പുതിയ ടാങ്ക്. പക്ഷെ ഞാനൊന്ന് ഫ്യൂവലിലൊന്ന് ഓപ്പൺ ആക്കിയായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായനെ ഒരുവിധം അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നെങ്കിലും ഈ വണ്ടി കൊണ്ടുവന്ന ആളുടെ. കാരണം കംപ്ലീറ്റ് MC-യിലായിരുന്നു. ആ MC-യിനകത്ത് നിൽക്കുകയാണ് ആ ഫ്യൂവലിലിട്ട്, ആ MC-യിലെ ബലത്തിൽ. സോ പലതവണ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, പലതവണ ഞാനിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കഴുകി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അതൊരു ബായിയാണ് എനിക്ക് കണ്ടുപിടിച്ചു തന്നത്. സൈഡിൽ MC-യിൽ വെച്ചിട്ട് അവന്മാർ പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത് എന്നുള്ളത്. കാരണം പുള്ളി ഇങ്ങനെ തൊട്ട് നോക്കിയപ്പം അവിടെ ഇങ്ങനെ ഇതാവുന്നുണ്ട്, പൊളിഞ്ഞ് പുറത്തോട്ട് വരുന്നുണ്ട്. MC-യിൽ പൊളിഞ്ഞു വരും ആ രീതിയിൽ. അപ്പം അങ്ങനെ അത് മനസ്സിലാക്കി കംപ്ലീറ്റ്ലി ഞാൻ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് അതൊരു കൊടുത്ത് വിളക്കി ചേർത്തിട്ട് പിന്നെ അവിടെ പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് പെയിന്റ് ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പണിയുണ്ടോ നോക്കാം. നമ്മൾ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന പണികളാണ് ഇതൊക്കെ. അതിനകത്തേക്ക് ഒരു ടോർച്ച് അടിച്ചിട്ട് ആ ടാങ്കിൻ്റെ അകം എങ്ങനെ ഉണ്ടെന്നും നമുക്ക് അറിയാൻ പറ്റും. ഒരു പരിധി വരെ താഴ്ഭാഗം, മോൾ ഭാഗം അറിയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് വീടിൻ്റെ ഫ്ലോറിട്ട് ആ സൈഡിൽ നോക്കിയെങ്കിൽ മാത്രമേ മോൾ ഭാഗം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂ. സോ അങ്ങനെ നമ്മളെ കൊണ്ട് ഒക്കുന്നത് നമ്മൾ നോക്കുക. അതിനുശേഷം മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനാണ്. എഞ്ചിൻ തൊട്ട് താഴെ ഇരിക്കുകയാണ്, അതായത് എല്ലാ പണികളും ഇരിക്കുന്നത് അതിനകത്താണ്. അപ്പം എഞ്ചിൻ നമ്മൾ നോക്കുന്ന ടൈമിൽ നമ്മളൊരു പെൺകുട്ടിയെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഒബ്സർവ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ലക്കി ഭാസ്കറിൽ പറയുന്ന കണക്ക് തല മുതൽ കാലിന്റെ ചെറുവിരൽ വരെ നോക്കുക എന്നൊക്കെ പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും. ടോപ്പ് പ്ലേറ്റ് അതിൻ്റെ അവിടെ എവിടെയെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതുകൊണ്ട് തൊട്ട് താഴെ സിലിണ്ടർ കിറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വ്യക്തമായിട്ട് നോക്കുക. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും ലീക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ 2 സൈഡും ക്ലച്ച് കവറുണ്ട്, തൊട്ടുപുറത്തും കവറുണ്ട്. അപ്പം അവിടെ എന്തെങ്കിലും ലീക്കേജസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നല്ല രീതിയിൽ നോക്കുക. അതുകൊണ്ട് ചില ബൈക്കിനകത്ത് ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ കാണിക്കുന്ന ഒരു ചെറിയ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസിന്റെ അടുത്ത് ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ആ ഒരു സിലിണ്ടർ കിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ആ ഒരു എഞ്ചിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന്റെ നടുക്ക് ഭാഗം തൊട്ടേ നോക്കുക. നല്ല രീതിയിൽ ടോർച്ച് അടിച്ചോ നല്ല രീതിയിൽ നോക്കുക. എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ, ചെറിയ രീതിയിലെങ്കിലും ഒരു നനവുണ്ടോ എന്ന് നോക്കുക. കാരണം ആ ചെറിയ നനവ് വലിയ നനവുകളാവും. പിന്നെ അതിലേക്കൂടെ ട്രെയിനായി പോയിക്കൊണ്ടിരിക്കും, ഇറ്റിറ്റ് വീഴും ഓയിൽ. അങ്ങനത്തെ സ്റ്റേജിലോട്ടൊക്കെ പോകാമെങ്കിൽ അത്യാവശ്യം എൻജിൻ കംപ്ലീറ്റ്ലി അഴിച്ചിട്ട് അതിന് പാക്കിങ് ഇട്ടതിന് ശേഷം റീഫിറ്റ് ചെയ്ത് വരുമ്പം നല്ലൊരു എമൗണ്ട് പോക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും. സോ അത് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. അത് ചിലർ നോക്കും, ചില മഹാന്മാരുണ്ട്, ചില ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇല്ലാത്ത ബൈക്കോട്ട് പോകും, ഇടിക്കും, പൊട്ടും, MC വെച്ച് തേക്കും, അടിപൊളിയാക്കും, കുളിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവന്ന് വെക്കും, എല്ലാം നോക്കും, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പണിയാണ്. സോ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ പുറമേ നോക്കിയതിന് ശേഷം വണ്ടിയുടെ ടെയിൽ സെക്ഷനിലേക്ക് പോകാം, അതായത് ബാക്ക് സെക്ഷനിലേക്ക് പോകാം. അവിടെയും നമ്മൾ ഫ്രണ്ടിൽ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്താൽ അത്രയും കാര്യങ്ങൾ അവിടെയും ഉണ്ട്. സ്വിങ്ങാമുണ്ട്, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി നോക്കിയാൽ സ്വിങ്ങാം ബിയറിംഗ് പോയതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ടയറിന്റെ ബിയറിങ്ങും കാര്യങ്ങളും പോയിട്ടുണ്ടോന്നും ആ ആട്ടത്തിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ടയർ മാത്രം ചലിപ്പിച്ച് നോക്കിയാൽ അത് പറയാൻ പറ്റും. ചെയിൻ സ്പോക്കറ്റിന്റെ ലൈഫ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും, ടയറിന്റെ നോക്കണം. അതുകൊണ്ട് ഷോക്കും നല്ലൊരു മുതൽക്കൂട്ടാണ് പൈസ ഇറങ്ങി പോകുന്നത്. റിപ്പയർ ചെയ്തിടാൻ പറ്റും, എന്നാലും അത് കുറച്ചാൾ നിൽക്കും, ഒരു 6 മാസം, ചിലപ്പം ലക്കുണ്ടെങ്കിൽ ഒരു 1 year വരെ പോയെന്ന് കയറി. അപ്പം ഷോക്കിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. ഷോക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈക്ക് ഓൾമോസ്റ്റ് നമ്മൾ നോക്കിയാൽ 100ൽ ഒരു 60% ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ്. ഒരിക്കലും പുതിയൊരു ബൈക്കിന്റെ ക്വാളിറ്റി അത് ഒരിക്കലും തരത്തില്ല. ക്വാളിറ്റി മീൻസ് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും പുതിയതായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു പണിയില്ലാതിരിക്കത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളും വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം നമുക്കൊരു ഫ്രഷ് ബൈക്ക് മേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു സെക്കൻഡ് ഹാൻഡിലേക്ക് പോകുന്നത്. അപ്പം ആ ഒരു തോട്ട് എപ്പോഴും വേണം. കടുംപിടുത്തം പിടിക്കാൻ പറ്റില്ല, എല്ലാം പുതിയടിക്കണം, ഒരു പണിയും കിട്ടാതിരിക്കുക. ചിലപ്പോൾ ടയർ മാറേണ്ടി വരും, ചെയിൻ സ്പോക്കറ്റ് മാറേണ്ടി വരും, ചിലപ്പോൾ കോൺസെപ്റ്റ് മാറേണ്ടി വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വിങ്ങാം ബുഷ് മാറേണ്ടി വരും. പക്ഷേ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എൻജിനാണ്. എൻജിൻ നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പിന്നെ ഒരു ചിലരൊന്നും ഒട്ടും ചെയ്യാത്തൊരു കാര്യമാണ് വയറിംഗ് ഒക്കെ നോക്കുക. വയറിംഗ് ഒക്കെ നോക്കുമ്പോൾ പലയിടത്തും ജോയിന്റും കണക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ പരിപാടിയുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ബൈക്കുകളുടെ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചില ബൈക്കുകളുടെ ചെറിയ ഉണ്ടല്ലോ പൈലറ്റ് ലൈറ്റ്, അത് ഓണും ഓഫും ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലതൊക്കെ കത്തിക്കിടക്കും. എൻ്റെ ബൈക്കിന് അങ്ങനെ കത്തിക്കിടക്കുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അത് വയറിങ് പോയായിരിക്കും. അങ്ങനെ വയറിങ് പ്രശ്നം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇടയ്ക്ക് ഓണാവാതിരിക്കും, ഓട്ടത്തിൽ ഓഫ് ആവുക, ഇങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ. ചിലപ്പോൾ സെൽഫ് എടുത്തെന്ന് വരത്തില്ല. അങ്ങനെ പ്രോപ്പറായിട്ട് കട്ടായി പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പം സീറ്റൊക്കെ ഊരി നോക്കുമ്പോഴോ അതിൻ്റെ പലയിടത്തും പല വയറുകൾ മാച്ചിങ് അല്ലാത്ത കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് കുറേ ലൂപ്പുകളൊക്കെ ഇട്ട സംഭവങ്ങളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് തന്നെ ആയിരിക്കും. പിന്നെ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് വരുന്ന കംപ്ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും കുറെ ഒരു എക്സാക്ട് പ്രൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കിട്ടും. പക്ഷേ എഞ്ചിനിലേക്ക് കൈവച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ പൊട്ടും. അതുകൊണ്ട് എഞ്ചിൻ നല്ല രീതിയിൽ തന്നെ നോക്കുക. ഇതിന് ശേഷം നിങ്ങൾ ബൈക്ക് നന്നായിട്ട് ഓടിച്ചു നോക്കണം. ഓടിച്ചു നോക്കുന്ന സമയത്ത് നമ്മളിപ്പം ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഓടിച്ചു നോക്കിയതിന് ശേഷം ഈ കാര്യങ്ങളിൽ മാർക്ക് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ ഓടിച്ചു നോക്കുക. ഒരു 5 kilometer എങ്കിലും മിനിമം നിങ്ങൾ ഓടിച്ചു നോക്കണം. ഓടിച്ചു നോക്കി നമ്മൾ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ലിങ്ക് ചെയ്യുമ്പോൾ തോന്നിയ കാര്യങ്ങളിലുള്ള ഇപ്പം കോൺസെപ്റ്റിന് പ്രശ്നമുണ്ട്, നമ്മൾ ഇൻസ്പെക്ട് ചെയ്തൊരു ടൈമിൽ മേ ബി കുഴപ്പമൊന്നും കണ്ടു കാണത്തില്ല, പക്ഷേ കോൺസെപ്റ്റിന് അടിയുണ്ട്. അപ്പോൾ എഴുതി വെക്കുക കോൺസെപ്റ്റ് പ്രോബ്ലം ഉണ്ട്. അത് നമുക്ക്
സസ്പെൻഷൻ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ബാക്ക് കൊണ്ട് ഒരു വാരലുണ്ടെന്നുണ്ടെങ്കിൽ സ്വിംഗ് പ്രശ്നമുണ്ട്. അടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഷോക്കിന് പ്രശ്നമുണ്ട്. ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം നമ്മൾ കുറേ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒന്ന് ചരിച്ച് പിടിച്ചിട്ടായാലും വീല് കറക്കുക ഫ്രീ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയർ ഒന്നും കയറുന്നില്ല. പക്ഷെ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ്. മേ ബി ബൗള് കയറുന്നൊക്കെ ആയിരിക്കാം. പക്ഷേ ബ്രേക്കുകൾ പിടിച്ചിട്ട് ഇപ്പം നമ്മുടെ ബാക്ക് ബ്രേക്ക് ആയാലും ഫ്രണ്ട് ബ്രേക്ക് ആയാലും പിടിച്ചിങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പയ്യെ ഇങ്ങനെ താന്നു വരുന്നുണ്ടെങ്കിൽ MC കിറ്റ് പോയതായിരിക്കും. പക്ഷെ അതും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാവുന്നുണ്ട്, വലിയ കാര്യമില്ല. പക്ഷേ കാര്യമുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കണം നമ്മൾ ബൈക്ക് ഇടിക്കുന്ന ടൈമിൽ. കാരണം ഇത് ബ്രേക്കൊക്കെ നമ്മൾ വണ്ടി പിടിച്ചെടുത്തുന്ന സാധനമാണ്. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും കാണത്തില്ല, ഒറ്റ പോക്കായിരിക്കും. അതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം. നമ്മൾ ഈ നോട്ട് ചെയ്യുന്ന ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ ക്ലിയർ ചെയ്യണം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഒരു പേപ്പറിന് നമ്മൾ നോട്ട് ചെയ്യുന്നതിന്. നമുക്ക് എന്തൊക്കെ പിന്നെ അങ്ങോട്ട് ചെയ്യണം, പിന്നെ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയാസ് കിട്ടും. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്യാം. പക്ഷേ എൻജിൻ മസ്റ്റായിട്ടും ചെയ്യണം. എനിക്ക് ഈ എൻജിനകത്ത് പണി കിട്ടിയത് കുട്ടിസ് പോക്കറ്റിന്റെ ആ ഒരു സൈഡായിരുന്നു. അവർ നല്ല വൃത്തിക്ക് ചെയിൻ വന്ന് അടിച്ചിട്ട് അവിടെ എംസിൽ ചേച്ച് വെച്ചിട്ടുണ്ട്. 1 ഇയർ ആദ്യമായിട്ട് ഓട്ടിച്ചു. സ്വാഭാവികമായിട്ടും എൻജിനൊരു ട്രെയിനായി പോകും. ഞാൻ കരുതിയത് ലൂബ് ചെയ്തില്ലെങ്കിലും ലൂബിന് എത്രയും ലാസ്റ്റിംഗ് ഉണ്ടോയെന്ന് ഞാൻ കരുതി. അത്രത്തോളം വൃത്തിയായിട്ട് എല്ലാ ദിവസവും ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻജിനിൽ നിന്ന്. അങ്ങനെ നല്ല പണി കിട്ടി. പിന്നെ റീസ്റ്റോർ ചെയ്തു യൂസ് ചെയ്ത് നോക്കി. വണ്ടി കംപ്ലൈൻ്റ് ഒന്നുമില്ല. റീസ്റ്റോർ ചെയ്താന്ന് എടുക്കാമെന്ന് ആളോട് പറഞ്ഞു. വണ്ടി ഓടിച്ചു നോക്കി, സാറ്റിസ്ഫൈഡ് ആണ്. പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പോയി. ന്യായമായിട്ടുള്ള ഒരു വില ഞാൻ പറഞ്ഞു, ഒന്നും നോക്കാതെ പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പോയി. തുച്ഛമായ വിലയ്ക്കാണ് ആ വണ്ടിയെ കൊടുത്തത്. കാരണം കുറച്ച് പഴക്കമുണ്ടായിരുന്നു. പിന്നെ ഞാൻ റീബിൽഡ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടാണ് കൊടുത്തത്. സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ അതിൽ. അതെടുത്തുകൊണ്ട് പോയാൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെ ഈ രീതിയിൽ നമ്മളെയും ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. വണ്ടിയുടെ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞ് ജെന്യൂനായിട്ട് ഇന്ന് സംസാരിച്ച് ഞാൻ ഈ വണ്ടി പ്രശ്നമാണ് ഇങ്ങനെ ഈ സമയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അയാളെ വിശ്വസിക്കാം. ബാക്കിയൊക്കെ നമ്മൾ ഓടിച്ചു നോക്കിയതും ശരിക്കും ഇതൊരു സേതുരാമയ്യ CBR കളി ഉണക്കിങ്ങനെ പൊക്കോണ്ടിരിക്കും. എന്നിട്ടാലും വിട്ടുകൊടുക്കരുത്. എവിടെയെങ്കിലും ഒരു ലൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് അയാളുടെ വായിൽ നിന്നോ അയാളുടെ പെരുമാറ്റത്തിൽ നിന്നോ അല്ലെ ഒളിച്ചു പിടിക്കാനായിട്ടൊക്കെ നമ്മൾ നോക്കണം. അപ്പം അങ്ങനെ അത്രയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതൊന്നുമല്ല, ആ ബൈക്കിനെ കുറിച്ച് അറിയത്തില്ല, ഇതെന്താ എങ്ങനെയാ, ഇതിന്റെ ആക്സിലറേറ്റർ ചെയ്യുമ്പോൾ പവറില്ല, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ആഗ്രഹത്തിന്റെ പുറത്ത് പോയി വണ്ടി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മെക്കാനിക്ക് ബൈക്കിനെ കുറിച്ച് ഐഡിയ ഉള്ള ഒരാളായിരിക്കണം. കാര്യങ്ങൾ ഓടിച്ചു നോക്കി പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അയാളോട് പറയാം, ഞാൻ ഈ ഡേറ്റിന് ഈ ദിവസം ഞാനൊരു വണ്ടി നോക്കാൻ പോകുന്നുണ്ട്, എൻ്റെ കൂടെ വരണം, നിങ്ങൾക്ക് ഈ മണിക്കൂറത്തേക്ക് എത്ര രൂപ തരണം, അത് ഞാൻ തരും. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വിളിച്ചോണ്ട് പോയിട്ട് അയാളെ കൊണ്ട് ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കിയിട്ട് അയാൾ ഈ പറയുന്ന കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂടി പണിഞ്ഞിറക്കാൻ എത്ര രൂപ വരും നോക്കുക. ഇതെല്ലാം കൂടി പണിഞ്ഞിറക്കാൻ എക്സാക്ട്ലി എംഹയുടെ കേസിലാണെങ്കിൽ അഴിക്കാതൊന്നും പറയാനൊക്കത്തില്ല. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കത്തില്ല. അത്യാവശ്യം പ്രോ ആയിട്ടിരിക്കുന്ന മെക്കാനിക്സിനെ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് പോയി ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം പോയി ഓടിച്ചു നോക്കി അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വണ്ടി കുഴപ്പമില്ല എടുത്തു, ഇത് കാര്യങ്ങളൊക്കെ പണിഞ്ഞെടുക്കാന്നുള്ളത്. അതിനൊക്കെ എന്തോ എസ്റ്റിമേറ്റ് വരുമെന്ന് പുള്ളിയോട് തന്നെ ചോദിക്കാം, നമ്മുടെ കടയിൽ തരുവാണെങ്കിൽ എന്താവും. എന്നിട്ട് ഇവരുമായിട്ട് നിന്ന് ഇപ്പം ബൈക്ക് വന്ന അതിൻ്റെ ഓണറുമായിട്ട് നിന്നിട്ട് ഇത്രയും പണികളുണ്ട്, ഇത് വർക്ക്ഷോപ്പിൽ പണിഞ്ഞെടുക്കേണ്ടി വരും, ഈ നിൽക്കുന്നൊരു മെക്കാനിക്കാണ്, അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം രൂപ പറഞ്ഞൊരു R5 ആവട്ടെ, അല്ലെങ്കിൽ ഏതൊരു ബൈക്ക് ആവട്ടെ, ആ ബൈക്കിനകത്ത് 15,000 രൂപയുടെ പണിയുണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 രൂപയോ കുറഞ്ഞിട്ട് അത്രയും നല്ലതല്ലേ. കാരണം 1 ലക്ഷം രൂപ കൊടുത്തെടുക്കുന്ന ബൈക്കിനകത്ത് പിന്നെ 15,000 രൂപ കൊടുത്ത് 1,15,000 രൂപയ്ക്ക് പണിയുന്നതിനേക്കാളും നല്ലത് 5 രൂപ 10 രൂപ കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ 10 രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 5 രൂപ ഇട്ടാൽ മതി, 5 രൂപ എന്നുണ്ടെങ്കിൽ നമുക്ക് 10 രൂപ ഇട്ടാൽ മതി, എന്തായാലും ഒരു ലാഭമില്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ ഇറക്കുന്നില്ലല്ലോ. സോ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് ബൈക്ക് എടുക്കാം. അതുകൊണ്ട് എപ്പോഴും ഒരു മെക്കാനിക്കോ അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അറിയാത്ത ഒരാളാണെങ്കിൽ ഒരാളെ കൂടി കരുതുക. പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള പേജുകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നും വണ്ടി എടുക്കുക. ഒരു അഡ്രസ്സ് ഉള്ളവരുടെ നിന്ന് എടുക്കുക. കാരണം നമുക്ക് ഈ വണ്ടിയായിട്ട് തിരിച്ചു ചെല്ലാൻ പറ്റും. പലരും
നമുക്ക് കിലോമീറ്ററോ ദിവസങ്ങളൊക്കെ ചെക്കിങ് വാറണ്ടി ആയിട്ട് തരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.